യൂട്യൂബ് ഒരു കരിയറാക്കാൻ പറ്റുമോ? കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ജീവിക്കാമെന്ന് വിചാരിക്കുന്നത് വെറുമൊരു സ്വപ്നം മാത്രമാണോ അതോ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അപ്പൊ നമുക്കിതിനു സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ മിസ്റ്റർ ബീസ്റ്റ് വർഷം സമ്പാദിക്കുന്നത് ആയിരക്കണക്കിന് കോടികൾ. അത് സ്വപ്നം. ഇനി നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. മലപ്പുറത്തുള്ള ഫൈസർ മാസം 18,000 രൂപ ശമ്പളം വാങ്ങുന്ന സാധാരണക്കാരനായ ഒരാൾ. ഫൈസലിനെ പോലെ ഒരാൾക്ക് യൂട്യൂബിലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഫൈസൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റാണ്. അവന് കിട്ടുന്ന 18,000 രൂപ ശമ്പളം എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കിക്കേ. 7,000 രൂപ വീട്ടുവാടക, 1,200 രൂപ കറന്റ് ബില്ല്, 4,500 രൂപയ്ക്ക് പലചരക്ക് സാധനങ്ങൾ, പിന്നെ 2,000 രൂപ പെട്രോളിനും. ഇതെല്ലാം കഴിയുമ്പോൾ കയ്യിൽ എന്തുണ്ടാകും? ഈ ഒരു സാഹചര്യത്തിലാണ് അവൻ യൂട്യൂബ് എന്നൊരു വലിയ സ്വപ്നം കാണാൻ തുടങ്ങുന്നത്. പലരും വിചാരിക്കുന്ന പോലെ യൂട്യൂബ് തുടങ്ങിയാൽ തന്നെ പൈസ കിട്ടുമെന്ന്. പക്ഷെ മിക്ക പുതിയ ക്രിയേറ്റേഴ്സിനും പറ്റുന്ന ഒരു വലിയ തെറ്റ് ഫൈസലിനും പറ്റി. യൂട്യൂബിൽ നിന്ന് എങ്ങനെയാ പണം വരുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാതെ അവൻ വെറുതെ വ്യൂസ് കൂട്ടുന്നതിന്റെ പിന്നാലെ മാത്രം പോയി. ആദ്യത്തെ മാസം അവൻ ശരിക്കും കഷ്ടപ്പെട്ടു. എല്ലാ ദിവസവും യൂട്യൂബ് ഷോർട്സ് വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്തു. അതിന്റെ ഫലം സത്യം പറഞ്ഞാൽ ഗംഭീരമായിരുന്നു. ഒരൊറ്റ മാസം കൊണ്ട് 5 ലക്ഷം വ്യൂസ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഏതൊരാൾക്കും ഇതൊരു ഉഗ്രൻ തുടക്കമായിട്ട് തോന്നും. പക്ഷേ ഇവിടെയാണ് കഥ മൊത്തത്തിൽ മാറുന്നത്. 5 ലക്ഷം വ്യൂസ് കിട്ടിയിട്ട് അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതെത്രയാണെന്നറിയോ? വെറും 1,200 രൂപ. ഇത് കണ്ടപ്പോൾ അവൻ ശരിക്കും തകർന്നുപോയി. എന്തുകൊണ്ടാണ് ഇത്രയും വ്യൂസിന് ഇത്ര കുറഞ്ഞ പൈസ? അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വ്യൂസും ഒരുപോലെയല്ല. യൂട്യൂബ് ഷോർട്സിന് കിട്ടുന്ന പരസ്യവരുമാനം വളരെ വളരെ കുറവാണ്. 1 ലക്ഷം പേര് നിങ്ങളുടെ ഷോർട്സ് കണ്ടാൽ ചിലപ്പോൾ 200 രൂപ പോലും കിട്ടിയെന്ന് വരില്ല. അതേസമയം കുറച്ച് നീളമുള്ള വീഡിയോകൾക്ക് അതേ 1 ലക്ഷം വ്യൂസിന് 2,000 രൂപ വരെ കിട്ടാം. ഫൈസലിന് പറ്റിയ ആദ്യത്തെ അബദ്ധം ഇതായിരുന്നു. ഈയൊരു തിരിച്ചറിവാണ് ഫൈസലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അവൻ ഷോർട്സ് ഉണ്ടാക്കുന്നത് നിർത്തി വലിയ വീഡിയോകളിലേക്ക് മാറി. വെറുതെ വീഡിയോ ചെയ്യുകയല്ല, അവന്റെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങൾ അവൻ തിരഞ്ഞെടുത്തു. കുറഞ്ഞ ശമ്പളത്തിൽ എങ്ങനെ ജീവിക്കാം, EMIയുടെ സമ്മർദ്ദം, ഗൾഫിൽ പോകണോ വേണ്ടയോ, അങ്ങനെ ആളുകളുടെ ജീവിതവുമായി ബന്ധമുള്ള വിഷയങ്ങൾ. അതിന്റെ ഫലം ശരിക്കും അവിശ്വസനീയമായിരുന്നു. പഴയതിനേക്കാൾ കുറവ് വ്യൂസ്, അതായത് 3 ലക്ഷം വ്യൂസിന് അവന് കിട്ടിയത് 10 ഇരട്ടി വരുമാനമാണ്. 12,000 രൂപ. വ്യൂസ് കുറഞ്ഞിട്ടും വരുമാനം എങ്ങനെ കൂടി? ഇതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തിന്റെ പേരാണ് ECPM. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ വീഡിയോയിലെ ഓരോ 1000 വ്യൂസിനും പരസ്യം കൊടുക്കുന്ന കമ്പനികൾ എത്ര പണം മുടക്കാൻ തയ്യാറാണ് എന്നതിന്റെ കണക്കാണിത്. എല്ലാ വിഷയങ്ങൾക്കും ഒരേപോലെയല്ല പണം കിട്ടുന്നത്. ഇവിടെയാണ് ശരിക്കുള്ള കളി മാറുന്നത്. നിങ്ങൾ ഫിനാൻസ്, ഇൻഷുറൻസ് അല്ലെങ്കിൽ ബിസിനസ് പോലുള്ള വിഷയങ്ങളിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ 1000 വ്യൂസിന് 400 രൂപ വരെ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വെറും ഗോസിപ്പോ മറ്റ് എന്റർടൈൻമെന്റ് വീഡിയോകളോ ആണെങ്കിൽ ചിലപ്പോൾ വെറും 60 രൂപയേ കിട്ടൂ. അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം അതാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഘടകം. കണ്ടില്ലേ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം നിങ്ങളുടെ വരുമാനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന്. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ ഇതുപോലുള്ള അറിവുകൾ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് ഇതിലും നിർണായകമായ കാര്യങ്ങൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് എന്ന് പറഞ്ഞാല് പരസ്യം മാത്രമല്ല, അത് വരുമാനത്തിന്റെ ഒരു വഴി മാത്രമാണ്. ഫൈസൽ അവന്റെ വരുമാനം 10 മടങ്ങായി കൂട്ടിയത് മറ്റു ചില വഴികൾ കൂടി ഉപയോഗിച്ചാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫൈസൽ ഇതെങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന്. എന്താണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളൊരു പ്രോഡക്റ്റിന്റെ ലിങ്ക് കൊടുക്കുന്നു. ആരെങ്കിലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ പ്രൊഡക്റ്റ് വാങ്ങുകയോ സൈനപ്പ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടും. ഫൈസലിന്റെ കണക്ക് നോക്കൂ. ഒരു വർഷം മുഴുവൻ കിട്ടിയ 40 ലക്ഷം വ്യൂസിൽ നിന്ന് അവന് അഫിലിയേറ്റ് വഴി കിട്ടിയത് 3 ലക്ഷം രൂപയാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന പണമല്ലെന്ന് പ്രത്യേകം ഓർക്കണം. ബ്രാൻഡ് ഡീലുകൾ കിട്ടാൻ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർമാർ വേണമെന്നത് വെറുമൊരു തെറ്റിദ്ധാരണയാണ്. ബ്രാൻഡുകൾ നോക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് അല്ല, മറിച്ച് നിങ്ങളുടെ ഓഡിയൻസിന്റെ ക്വാളിറ്റിയാണ്. ഫിനാൻസ് പോലുള്ള ഒരു വിഷയത്തിൽ കൃത്യമായൊരു ഓഡിയൻസുള്ള ഫൈസലിനെ പോലെ 25,000 സബ്സ്ക്രൈബർമാർ ഉള്ളവർക്ക് പോലും ബ്രാൻഡുകൾ പണം കൊടുക്കാൻ തയ്യാറാണ്. ഇതിന്റെ ഫലം എന്താണെന്ന് കേൾക്കണോ?
ഫൈസലിനിപ്പോൾ വെറും 4 ബ്രാൻഡ് ഡീലുകളിൽ നിന്ന് മാത്രം മാസം കിട്ടുന്നത് 40,000 രൂപയാണ്. അവന്റെ പഴയ 18,000 രൂപ ശമ്പളത്തിന്റെ ഇരട്ടിയിലധികം. ഓർക്കണം, ഇത് യൂട്യൂബ് പരസ്യത്തിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെയാണ്. പക്ഷേ ഈ കാണുന്ന വിജയത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. ഇതിന് ഫൈസൽ കൊടുത്ത വില വളരെ വലുതാണ്. ഫൈസലിന്റെ യാത്രയുടെ ഈ ടൈം ലൈൻ ഒന്ന് നോക്കൂ. ആദ്യത്തെ 1 വർഷം മുഴുവൻ 1 രൂപ പോലും വരുമാനമില്ലാതെ അവൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒരുപാട് സമ്മർദ്ദവും പരിഹാസവുമൊക്കെ കേട്ടു. ഇതെന്തിനാ വെറുതെ സമയം കളയുന്നത് എന്നു പലരും ചോദിച്ചു. പക്ഷെ അവൻ നിർത്തിയില്ല. 2ാം വർഷമായപ്പോഴാണ് അവന്റെ വരുമാനം ശമ്പളത്തേക്കാൾ കൂടാൻ തുടങ്ങിയത്. അപ്പോ ഫൈസലിന്റെ ഈ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണുള്ളത്. 1. വ്യക്തമായ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു നിഷ് കണ്ടെത്തുക. 2. എന്ത് സംഭവിച്ചാലും സ്ഥിരമായി വീഡിയോകൾ ചെയ്യുക. 3. ഏറ്റവും പ്രധാനം, കുറഞ്ഞത് 2 വർഷമെങ്കിലും പണം പ്രതീക്ഷിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാവുക. ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ എടുക്കണം. കയ്യിലെ മറ്റൊരു വരുമാന മാർഗമോ അത്യാവശ്യത്തിനുള്ള പണമോ ഇല്ലാതെ യൂട്യൂബിലേക്ക് ചാടിയിറങ്ങുന്നത് വളരെ അപകടം പിടിച്ചൊരു കളിയാണ്. ആദ്യത്തെ 2 വർഷം 1 രൂപ പോലും കിട്ടിയില്ലെങ്കിലും മുന്നോട്ടു പോകാൻ പറ്റണം. ഇനി ഫൈസലിന്റെ കഥ അവിടെ നിൽക്കട്ടെ. ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ മുന്നിൽ ഏതു വഴിയാണ് നിങ്ങൾ കാണുന്നത്? ചോദ്യം വളരെ സിമ്പിളാണ്. ഈ 2 വഴികളിൽ ഏതാണ് നിങ്ങളുടെ വഴി? ഒരു വശത്ത് മാസം അവസാനം ഉറപ്പായും കിട്ടുന്ന 18,000 രൂപയുടെ സുരക്ഷിതത്വം, മറുവശത്ത് 2 വർഷത്തെ കഠിനാധ്വാനവും ഒരുപാട് അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ വഴി. പക്ഷേ ആ വഴിയുടെ അവസാനം സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അവസരമുണ്ട്. തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്. നിങ്ങളുടെ സ്വന്തം ഡിജിറ്റൽ ആസ്തികൾ കെട്ടിപ്പടുക്കാനുള്ള ഇതുപോലുള്ള സത്യസന്ധമായ വഴികാട്ടികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.